Good afternoon, children. എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? പാഠപുസ്തകമൊക്കെ വായിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീടുകളിൽ വരുത്തുന്ന ദിനപത്രം ദിവസം വായിക്കുന്നുണ്ടോ? പറഞ്ഞായിരുന്നു ദിവസം വായിക്കണമെന്ന്. അപ്പോഴാണെങ്കിൽ ഒത്തിരി സമയമൊക്കെയാണ് വായിക്കാൻ. അപ്പൊ വായന ഒരു ശീലമാക്കണം കേട്ടോ. നിങ്ങള് അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇന്നൊരു പുതിയ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മളൊരു കവിത പഠിച്ചു, അതുപോലെ തന്നെ ഒരു കഥ പഠിച്ചു. കഥയിൽ ഒരു മോറൽ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഗുണപാഠ ഉള്ള ഒരു കഥ പഠിച്ചു. പുരാണ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പഠിച്ചു അല്ലെ? ഗ്രീക്ക് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പഠിച്ചു. ഇന്ന് നമ്മൾ കുറച്ച് അറിവാണ്, ഒരു ശാസ്ത്ര ലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഡോക്ടർ ECG സുദർശനൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 9 തവണ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പേര് നിർദ്ദേശിക്കപ്പെട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് വളരെ മഹനീയമായ കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ ലോകോത്തരമായ കണ്ടുപിടുത്തം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ശാസ്ത്ര ലോകത്ത്. നമുക്കറിയാം നോബൽ സമ്മാനം എന്ന് വെച്ചാല് എന്താണ്? നോബൽ സമ്മാനം കേട്ടിട്ടില്ലേ? നോബൽ സമ്മാനം ആർക്കെങ്കിലും കിട്ടിയതായിട്ട് അറിയുള്ളൂ? നോബൽ സമ്മാനം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്തോ 9-10 പേർക്ക് കിട്ടിയിട്ടുണ്ട് നോബൽ സമ്മാനം. എനിക്ക് തോന്നുന്നു നോബൽ സമ്മാനം നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കി കാണത്തില്ല അല്ലെ? നോബൽ സമ്മാനം വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പരമോന്നത ബഹുമതിയാണ് നോബൽ സമ്മാനം. ഈ നോബൽ സമ്മാനത്തിലെ അർഹരായ കുറച്ചുപേരുടെ പേരുകൾ നമുക്ക് നോക്കാം. രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ നോബൽ സമ്മാനം ജേതാവാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മദർ തെരേസയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അമർത്യ സെൻ, പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് മലാല യൂസഫായി. അപ്പം ഇങ്ങനെ കുറെ നോബൽ സമ്മാന ജേതാക്കളുണ്ട്. അതൊക്കെ അവരേത് മേഖലയിലാണ് അവരുടെ പ്രാഗൽഭ്യം കഴിവ് തെളിയിച്ചിരിക്കുന്നത്, ആ മേഖലയിൽ അവർക്കുള്ള ആ പ്രാഗൽഭ്യത്തിന് ഉള്ള ബഹുമതിയായിട്ടാണ് ഈ നോബൽ സമ്മാനം കൊടുക്കുന്നത്. മദർ തെരേസയ്ക്ക് സമാധാനത്തിന്, അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് മദർ തെരേസ. അതുകൊണ്ടാണ് നോബൽ സമ്മാനം ആ വിഭാഗത്തിന് കിട്ടിയത്. അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യത്തിന് കവിതകളും ഒക്കെ എഴുതി അല്ലെ? അപ്പോഴ് ഓരോരുത്തരും ഏത് മേഖലയിലാണ് കൂടുതൽ കഴിവ് തെളിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രാഗൽഭ്യം തെളിയിച്ചിരിക്കുന്നത്, അതിനോടനുബന്ധിച്ചുള്ള നോബൽ സമ്മാനമാണ് അവർക്ക് ലഭിക്കുന്നത്. ഇവിടെ ECG സുദർശൻ എന്ന് പറയുന്ന വ്യക്തി, ഇവിടെ അതിനു മുമ്പായിട്ട് ഈ ലേഖന ഭാഗം എഴുതിയത് ഡോക്ടർ ഐസൻ വി വഞ്ചിപ്പുരയ്ക്കൽ എന്ന സാഹിത്യകാരനാണ് കേട്ടോ. നിങ്ങൾ കേൾക്കുവാൻ ഇടയുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ആദ്യമായിട്ടായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ലേഖനം നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ECG സുദർശൻ. അദ്ദേഹം നമ്മുടെ അടുത്ത കോട്ടയത്താണ് ജനിച്ചത്, വളർന്നത്, പഠിച്ചതും വളർന്നതും എല്ലാം അവിടെയാണ്. പിന്നീടാണ് അദ്ദേഹം മദ്രാസിലും അമേരിക്കയിലും ഒക്കെ പോകുന്നത്, ന്യൂയോർക്കിലും ഒക്കെ പോയി തങ്ങളുടെ സേവനമനുഷ്ഠിക്കുകയും പഠനം നടത്തുകയും ഒക്കെ ചെയ്തത്. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകം എടുത്തു പറയാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അദ്ദേഹം കഴിവ് തെളിയിച്ചതിന് മാത്രം അദ്ദേഹത്തിന് വേണ്ട അംഗീകാരം ലഭിച്ചില്ല. ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ കാണാം എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം, അതുപോലെ തന്നെ അദ്ദേഹം എവിടെയൊക്കെ സേവനമനുഷ്ഠിച്ചു, എന്തിലാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കാണാം അല്ലെ? എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തോ? അപ്പോൾ പാഠം 3 ഊർജതന്ത്രത്തിലെ സുദർശനം. എന്താണ് ഊർജതന്ത്രം? ഊർജം, ശക്തിയെ കുറിച്ചുള്ളത് അല്ലെ? ഊർജം, ഫിസിക്സ് ഒന്നും കേട്ടിട്ടില്ല നിങ്ങള്? അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? അപ്പോൾ ഊർജതന്ത്രത്തിലെ സുദർശനം, അതായത് ഇദ്ദേഹത്തിന്റെ പേര് സുദർശൻ എന്നാണ്. പിന്നെ നിങ്ങൾ സുദർശനം എന്ന് എവിടെയാണ് കേട്ടിട്ടുള്ളത്? ഈ പേരിൽ അല്ലാതെ നിങ്ങൾ സുദർശനം എന്ന വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയാണ്? സുദർശന ചക്രം എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? സുദർശന ചക്രം കേട്ടിട്ടുണ്ട്. ആരുടെ കൈവശമുള്ള ആയുധമാണ് സുദർശന ചക്രം എന്ന് പറയുന്നത്? ആരുടെ കൈവശമുള്ളതാണ്? മഹാവിഷ്ണുവിന്റെ. എങ്ങനെയാ മഹാവിഷ്ണുവിന് ഈ ആയുധം കിട്ടിയത്? എങ്ങനെയാ അറിയാമോ നിങ്ങൾക്ക്? പുരാണ കഥയൊക്കെ വായിക്കാറില്ലേ നിങ്ങള്? വായിക്കാറുണ്ടോ? കുറച്ച് മാത്രം അല്ലെ? ചിലരൊക്കെ വായിക്കും. അപ്പോഴ്
അസുരന്മാരെ തോൽപ്പിക്കുവാൻ വേണ്ടി, അസുരന്മാരെന്ന് വെച്ചാൽ ഭയങ്കര എന്താണ് കയ്യൊപ്പുള്ളവരാണ് അല്ലെ, അപ്പോൾ അവരെ തോൽപ്പിക്കുവാൻ വേണ്ടി തക്ക ഒരു ആയുധം തനിക്ക് വേണമെന്ന് മഹാവിഷ്ണു ആഗ്രഹിച്ചു. അതിനായിട്ട് ശിവനെ ധ്യാനിച്ചു. ദിവസങ്ങളോളം ശിവനാമം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ധ്യാനം നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ സംപ്രീതനായ ശിവൻ ഇദ്ദേഹത്തിന് സമ്മാനിച്ചതാണ് സുദർശന ചക്രം. പിന്നീട് സുദർശന എന്ന വാക്കിൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. സു അധികം ദർശനം. സു എന്ന വാക്കിന് നല്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നല്ല ദർശനം, കാഴ്ച, നല്ല കാഴ്ച എന്നുള്ള അർത്ഥമുണ്ട്. നമുക്ക് സുലോചന എന്തായിരിക്കും അർത്ഥം? നല്ല ലോചനത്തോട് കൂടിയവൾ, അതായത് നല്ല കണ്ണുകളോട് കൂടിയവൾ അല്ലെ. സുജ നല്ല കണ്ണുകളോട് കൂടിയവൾ, അതുപോലെ തന്നെയാണ് അർത്ഥം. അപ്പൊ സു എന്ന വാക്കിന് നല്ല എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പൊ നല്ല കാഴ്ചകൾ. ഇവിടെ ഊർജ്ജതന്ത്രത്തിലെ സുദർശനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ പേര് സുദർശൻ എന്നായതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഊർജ്ജതന്ത്രത്തിലാണ് ഇദ്ദേഹം കൂടുതൽ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത്, നേട്ടങ്ങളൊക്കെ കൈവരിച്ചത്. അപ്പോൾ ഊർജ്ജതന്ത്രം എന്ന് പറയുന്ന ശക്തിയെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ശക്തിയുമായി ബന്ധപ്പെട്ട, അതായത് കാന്തിക ശക്തി, കർഷണ ശക്തി, അതുപോലെ തന്നെ ചൂട്, വൈദ്യുതി, ഇവയൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം, അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെ കുറിച്ചുള്ള ഒരു പഠനം അല്ലെ. ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെയും അവയെ നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നവയെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഊർജ്ജതന്ത്രം എന്ന് പറയാം. അപ്പോൾ ഊർജ്ജതന്ത്രത്തിലെ സുദർശനം എന്നാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര്. എന്താണ്? ഊർജ്ജതന്ത്രത്തിലെ സുദർശനം. ഊർജ്ജതന്ത്രത്തിലെ സുദർശനം. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. എല്ലാവരും പാഠപുസ്തകം എടുത്ത് വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, കുറെ കഠിനമായ പദങ്ങളൊക്കെ ഉണ്ട്, അത് വായിക്കാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. ആദ്യം ടെക്സ്റ്റ് ബുക്കിന്റെ ആ പേജ് നമ്പർ 14 ആണ്. സൈഡ് ഭാഗത്തായിട്ട് ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, നാലപ്പാട്ട് നാരായണന്റെ വരികളാണിത്. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മനുഷ്യൻ മർത്യൻ കഥയെന്തറിഞ്ഞു. നോക്കുക, അനന്തം അജ്ഞാതം അവർണ്ണനീയം. എന്താണ്? അനന്തമാണ്. അനന്തം എന്ന് വെച്ചാൽ എന്താണ്? അങ്ങ് വിശാലമായി കിടക്കുകയാണ് അല്ലെ. അനന്തം അജ്ഞാതം. അജ്ഞാതം എന്ന് വെച്ചാൽ എന്താണ്? അറിയപ്പെടാത്ത. അവർണ്ണനീയം. അവർണ്ണനീയം എന്താണ്? വർണ്ണിക്കാനാവാത്തത്. അപ്പോൾ അനന്തമാണ്, അജ്ഞാതമാണ്, അവർണ്ണനീയമാണ്. എന്താണ്? ഈ ലോകഗോളം തിരിയുന്ന മാർഗം. ഈ ഭൂഗോളത്തിന്റെ മാർഗം നമുക്ക് ആർക്കും അറിയില്ല അല്ലെ. നമ്മുടെ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുമോ? പല പ്രവാചകന്മാരും പലതും പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒന്നിനെ കുറിച്ചും ഒരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ കൊറോണ, നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ ഇങ്ങനെ ഒരു മഹാവിപത്ത് ലോകത്തിലേക്ക് കടന്നു വരുമെന്ന്? ജനജീവിതം തന്നെ സ്തംഭിപ്പിച്ചു അല്ലെ. അപ്പോഴ് ഇതുപോലുള്ള കാര്യങ്ങള് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്കും അപ്പുറത്താണ്. അപ്പോഴ് ഇതിനെയെല്ലാം ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി. അതിനെ നമ്മൾ പല പേരിട്ട് വിളിക്കുന്നുണ്ട് അല്ലെ. ക്രിസ്തു എന്നും എന്താണ് അല്ലാവെന്നും കൃഷ്ണനെന്നും ഒക്കെ നമ്മൾ പല പേരുകളിൽ വിളിക്കാറുണ്ട്. പക്ഷേ നാം പൊതുവായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു അദൃശ്യ ശക്തിയുണ്ട് അല്ലെ. അപ്പോൾ നോക്കുക, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം. മാർഗം എന്ന് വെച്ചാല് വഴി. അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു. മനുഷ്യൻ അതിന്റെ ഏതോ ഒരു മൂലയിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവൻ ഇതിനെ കുറിച്ചൊന്നും ഒരു അറിവുമില്ല. പക്ഷെ എന്താണ്, നമ്മൾ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ചെറിയൊരു നേട്ടമുണ്ടാകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കുറച്ചൊരു സമ്പത്ത് കൈവരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചൊരു വിദ്യാഭ്യാസം നേടിക്കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കുറച്ചൊരു ഉയർന്ന പദവി ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വയം അഹങ്കരിക്കുന്നു അല്ലെ. എങ്ങനെയാ അഹങ്കരിക്കുന്നത്? അഹങ്കാരം എന്ന് വെച്ചാൽ ഞാൻ, അഹം എന്ന് വെച്ചാൽ ഞാൻ എന്ന ഭാവം നമ്മളുടെ ഉടലെടുക്കും. ഞാനാണ് വലുത്, ഞാൻ കഴിഞ്ഞിട്ടുള്ള മറ്റെന്തുമുള്ളൂ അല്ലെ, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നവാൻ, എനിക്കുള്ള അറിവ് മറ്റാർക്കുമില്ല എന്നൊക്കെയുള്ള അഹങ്കാരം മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട് അല്ലെ. മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ പരിണിത ഫലമാണ് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. പലപ്പോഴും മനുഷ്യൻ അഹങ്കാരത്തിനെ കൊണ്ട് പ്രകൃതിയെ തന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. പ്രകൃതിക്ക് വേദനിച്ച് കഴിയുമ്പോൾ അത് തിരിച്ചടിക്കാൻ തുടങ്ങും അല്ലെ. അങ്ങനെയാണ് സുനാമി, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടാകാൻ കാരണം അതുകൊണ്ടാണ്. മനുഷ്യൻ പാടങ്ങളും
എന്താണ് വയലുകളൊക്കെ നികത്തി ഫാക്ടറികളും അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ വലിയ വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് ജലാംശമില്ലാതെ, അതുപോലെ തന്നെ എന്താണ് വേരുകൾ മണ്ണിനെ തടഞ്ഞു നിർത്തും അല്ലെ, മണ്ണൊലിപ്പിനെ തടഞ്ഞു നിർത്തുമായിരുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് എന്താണ് ഇന്ന് ലോകം തന്നെ തരിപ്പണമാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്താണ് എല്ലാം മനുഷ്യൻ പെട്ടെന്ന് പറഞ്ഞു വീണ്ടും മനുഷ്യൻ ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ കവി പണ്ടേ ദീർഘദർശനം ചെയ്തിരുന്നു. എന്താണ് അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു. മർത്യൻ മീൻസ് എന്താണ്? മർത്യനർത്ഥം എന്താണ്? മനുഷ്യൻ ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ലോകത്തിന്റെ ഗതിവിഗതികളെ കുറിച്ച് ഒന്നും പ്രവചിക്കാൻ ഇവൻ ശക്തനല്ല. നാളെ എന്ത് സംഭവിക്കുന്നുള്ളതിന് ഈശ്വരൻ മാത്രമേ അറിയാവുള്ളൂ അല്ലെ. പിന്നെ എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിക്കുന്നതെന്നാണ് കവി ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഭാരതത്തിൽ ആമുഖമാണ് മിസ് വായിക്കുന്നത്, നോക്കിയിരിക്കുക കേട്ടോ എല്ലാവരും. ഭാരതത്തിൽ അപൂർവം പേർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ 9 തവണ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ലഭിച്ചെങ്കിലും സമ്മാനം ലഭിക്കാതെ പോയ മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ECG സുദർശൻ. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു മത്സരത്തിന് ചേരുകയാണെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞു നിനക്ക് അതിന് സമ്മാനം കിട്ടും, 1ാം സമ്മാനം കിട്ടും കേട്ടോ, അല്ലെ 2ാം സമ്മാനം കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് ഒരു സമ്മാനവും ലഭിച്ചില്ല. നമുക്ക് എന്തായിരിക്കും പറയാം? നിരാശയായിരിക്കും പറയാം അല്ലെ. നമ്മൾ പിന്നീട് ഏതെങ്കിലും മത്സരം വരുമ്പോ ഇനി എന്തിനാ ഞാൻ ചേരുന്നത്, എനിക്ക് ഇതിനൊന്നും സമ്മാനം ലഭിക്കില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും അല്ലെ. അപ്പോൾ ഇവിടെ നോക്കുക, ഭാരതത്തിൽ അപൂർവം പേർക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളൂ. അപൂർവം എന്ന് വെച്ചാൽ വളരെ കുറച്ചു പേർക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ 9 പ്രാവശ്യം നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം, നാമെന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പേര് നിർദ്ദേശിച്ചെങ്കിലും സമ്മാനം ലഭിക്കാതെ പോയ മലയാളി ശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ ECG സുദർശൻ. ഡോക്ടർ ECG സുദർശൻ. നോക്കുക, 2018 മെയ് മാസം എന്നാണ് അന്തരിച്ചത് അദ്ദേഹം. 2018 മെയ് മാസമാണ് അദ്ദേഹം അന്തരിച്ചത്. എന്നാ ജനിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് പറയുന്നുണ്ട് കേട്ടോ. മെയ് മാസം അന്തരിക്കുക എന്താണ്? മരിച്ചു പോവുക. അപ്പോൾ 2018 ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണമടഞ്ഞത് അല്ലെ, 2-3 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ 2018 മെയ് മാസം അന്തരിച്ച ECG സുദർശന്റെ ജീവിതത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഗവേഷണം എന്താണ്? കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും കണ്ടെത്തലുകളെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം. അദ്ദേഹം എന്തൊക്കെ കണ്ടുപിടിച്ചു, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം, അദ്ദേഹം എവിടെയൊക്കെ പഠനം നടത്തി, എവിടെയൊക്കെ സേവനമനുഷ്ഠിച്ചു, ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണമാണ്, ഒരു ചെറിയ അറിവാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലൂടെ ലേഖകൻ പങ്കുവയ്ക്കുന്നത്. ആരാണ് ഇത് എഴുതിയത്? ഈ ലേഖനം എഴുതിയാരാണ്? കിടപ്പുണ്ട് പാഠഭാഗത്തിന്റെ അവസാനം ഡോക്ടർ ഐസൻ വി മഞ്ചിപ്പുരക്കലാണ് ഈ ലേഖനം എഴുതിയത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ബാക്കിയുള്ള ഭാഗത്തിലേക്ക് നോക്കിയേ, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരുന്നേ. ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ ECG സുദർശനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിനു മുമ്പ്? ഇല്ല, കേട്ടിട്ടില്ല അല്ലെ. ലോക പ്രശസ്തനാണ് അദ്ദേഹം, ലോകം മുഴുവൻ അറിയപ്പെടുന്നവരാണ്, പേര് കേട്ടവനാണ്. പ്രശസ്തൻ, പേര് കേട്ടവൻ. അപ്പോൾ ലോകപ്രശസ്തനായ ഭൗതിക ശാസ്ത്രം, നേരത്തെ ഇവിടെ ഊർജ്ജതന്ത്രം, അത് തന്നെയാണ് ഭൗതിക ശാസ്ത്രം കേട്ടോ. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇലക്ട്രോണുകളെ കുറിച്ചുള്ള സ്വഭാവത്തെ കുറിച്ചുള്ള പഠനം, അതുപോലെ വൈദ്യുതി, ചൂട്, കാന്തിക ശക്തി, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം, അവയുടെ സ്വഭാവത്തെ കുറിച്ചുള്ള പഠനം, ഫിസിക്സ്. അപ്പോൾ ഭൗതിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ ECG സുദർശനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭൗതിക ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മലയാളിയായ ഈ പ്രതിഭാശാലി എന്ന് വെച്ചാൽ എന്താണ്? വളരെയധികം കഴിവുള്ളയാള്, പ്രതിഭയുള്ളയാള് അല്ലെ. 1931 നോക്ക, എന്നാണ് ജനിച്ചത്? 1931. അന്തരിച്ചതെന്നാണ് 2018 മെയ് മാസം. 1931 കോട്ടയം ജില്ലയിലെ പള്ളം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. എവിടെയാണ്? കോട്ടയം ജില്ലയിലെ പള്ളം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. എന്നാ ജനിച്ചത്? 1931
1931 എന്നാ ജനിച്ചത്? 1931 കോട്ടയം ജില്ലയിലെ പള്ളം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇപ്പൊ നമ്മൾ ചുരുക്കപ്പേര് പറഞ്ഞത് ഡോക്ടർ ECG സുദർശൻ അല്ലെ. മുഴുവൻ പേരെന്താണ്? എണ്ണക്കൽ ചാണ്ടി ജോർജ്. ECG എണ്ണക്കൽ ചാണ്ടി ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. എണ്ണക്കൽ ചാണ്ടി ജോർജ് സുദർശൻ എന്ന ECG സുദർശൻ ചിങ്ങമനത്തെ, കോട്ടയത്ത് തന്നെയുള്ള ചിങ്ങമനത്തെ സ്കൂൾ, കോട്ടയം CMS കോളേജ് എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ കാലഘട്ടം പിന്നിട്ടത്. അപ്പോൾ കോട്ടയത്ത് തന്നെയുള്ള അടുത്ത് തന്നെയുള്ള സ്കൂളിലും കോളേജിലൊക്കെയാണ് അദ്ദേഹം തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം, ആദ്യ കാലഘട്ടമൊക്കെ പിന്നിട്ടത്. പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BSc ഓണേഴ്സ് ബിരുദം, ഓണേഴ്സ് എന്ന് വെച്ചാൽ ഡിഗ്രി തന്നെയാണ് കേട്ടോ. അതായത് ഓരോ കാര്യത്തിലെ സയൻസ് BSc ബിരുദം, അതുപോലെ തന്നെ ആർട്ട് BA, കൊമേഴ്സിൽ ബിരുദം, അങ്ങനെ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം BSc ഓണേഴ്സ് ബിരുദം നേടിയ ശേഷം എവിടെയിട്ട് പോയി? മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ 3 വർഷത്തോളം റിസർച്ച് അസിസ്റ്റന്റ് ആയി പ്രവർത്തിച്ചു. അപ്പോൾ നമുക്ക് അദ്ദേഹം ഡിഗ്രിയൊക്കെ ഓണേഴ്സ് ബിരുദമൊക്കെ നേടിയ ശേഷം അദ്ദേഹം എല്ലാം നല്ല പ്രഗത്ഭമായ പേരുകേട്ട കോളേജുകളിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഡിഗ്രി കരസ്ഥമാക്കി, BScയിൽ ഡിഗ്രി കരസ്ഥമാക്കി. പിന്നീട് അദ്ദേഹം എങ്ങോട്ട് പോയി? എവിടെ പോയത്? മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ 3 വർഷത്തോളം അവിടെ റിസർച്ച് അസിസ്റ്റന്റ്, അതായത് ഗവേഷണമൊക്കെ നടത്തുന്നവരുടെ അസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അതിനുശേഷം റോച്ചസ്റ്റർ സർവകലാശാല ന്യൂയോർക്കിലാണ് കേട്ടോ. റോച്ചസ്റ്റർ സർവകലാശാല ഗവേഷണത്തിനായി ചേർന്നു. അപ്പോൾ നല്ല കഴിവും സാമർഥ്യമൊക്കെ ഉള്ളവർക്ക് എവിടെയൊക്കെ അഡ്മിഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ആദ്യം അദ്ദേഹം ഗവേഷണത്തിന്റെയൊക്കെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് നിയമിതനായി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു അസിസ്റ്റന്റ്, മേൽനോട്ടക്കാരനായിട്ട് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് അദ്ദേഹം എവിടെ പോയി? ന്യൂയോർക്കിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഗവേഷണത്തിന് ചേർന്നു, ഗവേഷണ പഠനത്തിന് ചേർന്നു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BSc ഓണേഴ്സ് ബിരുദം നേടിയ ശേഷം മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ 3 വർഷത്തോളം റിസർച്ച് അസിസ്റ്റന്റായി പ്രവർത്തിച്ചു. അപ്പോൾ അവിടുന്ന് കിട്ടിയ കുറെ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിക്കാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹം റോച്ചസ്റ്റർ സർവകലാശാലയിൽ ഗവേഷണത്തിനായി ചേർന്നു. അവിടെ റിസർച്ചിനായിട്ട് അദ്ദേഹം ചേർന്നു. ഗവേഷണം പൂർത്തിയാക്കിയതിനോടൊപ്പം അദ്ദേഹം ഹാർവാർഡ് സർവകലാശാല എവിടെയാണ്? അമേരിക്കയിലാണ് കേട്ടോ. ഹാർവാർഡ് സർവകലാശാലയിൽ അധ്യാപകൻ, റോച്ചസ്റ്റർ സർവകലാശാലയിൽ പ്രൊഫസർ എന്നീ നിലയിൽ പ്രവർത്തിച്ചു. അപ്പോൾ ഗവേഷണ പഠനം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം റോച്ചസ്റ്റർ സർവകലാശാലയിൽ അദ്ദേഹം പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിച്ചു. അതുപോലെ തന്നെ അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിലും അദ്ദേഹം എന്തായിട്ട് പ്രവർത്തിച്ചു? പ്രൊഫസറായിട്ട്, അധ്യാപനത്തിനായിട്ട് നിയമിതനായി, പഠിപ്പിക്കുവാനായിട്ട് പ്രൊഫസർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലം എവിടെയായിരുന്നു? അദ്ദേഹം ജനിച്ചു വളർന്ന കോട്ടയത്തെ പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം എന്നാ ജനിച്ചത്? 1931. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താ? എണ്ണക്കൽ ചാണ്ടി ജോർജ് സുദർശൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അതിനുശേഷം അദ്ദേഹം എവിടെ പോയാ പഠിച്ചത്? കോട്ടയത്തെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ശേഷം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് അവിടുന്ന് ഓണേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കി. അതിനുശേഷം അദ്ദേഹം എവിടെ പ്രവർത്തിച്ചു? മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസില് റിസർച്ചിൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു അല്ലെ. റിസർച്ച് അസിസ്റ്റന്റായി പ്രവർത്തിച്ചു. അതിനുശേഷം റോച്ചസ്റ്റർ ന്യൂയോർക്കിലെ സർവകലാശാലയിൽ ഗവേഷണ പഠനത്തിന് ചേർന്നു. അതിനുശേഷം അദ്ദേഹം അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയും ഈ ഗവേഷണ പഠനത്തിനായിട്ട് പഠിച്ച അല്ലെങ്കിൽ ചേർന്ന റോച്ചസ്റ്റർ സർവകലാശാല അദ്ദേഹം പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിച്ചു. അപ്പൊ മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനി 1961 മുതല് 2018 മരിക്കുന്നത് വരെ അദ്ദേഹം ടെക്സാസ് സർവകലാശാലയിൽ പ്രൊഫസറായി സേവനിച്ചു. അദ്ദേഹം സേവനം ചെയ്ത കോളേജുകളൊക്കെ വളരെ പ്രസിദ്ധമായ വിദേശത്തുള്ള കോളേജുകളാണ്, യൂണിവേഴ്സിറ്റികളാണ്. 1961 മുതലേ അദ്ദേഹം മരിച്ചതെന്നാണ് പറഞ്ഞത് 2018 മെയ് മാസം അല്ലെ. ഇപ്പോൾ മരിക്കുന്നത് വരെ അദ്ദേഹം ഏത് സർവകലാശാലയിലാണ് സേവനമനുഷ്ഠിച്ചത്? ടെക്സാസ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയ സർവകലാശാലയാണ് ടെക്സാസ് എന്ന് പറയുന്നത്.
ടെക്സാസ് സർവകലാശാലയിൽ പ്രൊഫസറായിട്ട് അദ്ദേഹം സേവനം ചെയ്തു. അവിടെ തന്നെ ജോലിയിൽ പ്രവേശിച്ചു, ജോലി ചെയ്തു. ഇതിനിടയിൽ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പ്രൊഫസർ, ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിന്റെ ഡയറക്ടർ എന്നീ പദവികളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവിടെ പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിച്ചു. അതുപോലെ ചെന്നൈയിലെ ഒരു മാത്തമാറ്റിക്കൽ സയൻസിന്റെ ഡയറക്ടറായിട്ടും അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും സേവനമനുഷ്ഠിച്ചു. അപ്പോൾ അദ്ദേഹം ഡിഗ്രി തൊട്ട് നമ്മുടെ പ്രസിദ്ധമായ വലിയ കോളേജുകളിലാണ് പഠനം നടത്തിയതും ഗവേഷണം നടത്തിയതും പിന്നീട് സേവനം നടത്തിയതും ഒക്കെ തന്നെ ജോലി ചെയ്തതുമെല്ലാം വളരെ പ്രസിദ്ധങ്ങളായ യൂണിവേഴ്സിറ്റികളിലാണ് അദ്ദേഹം തന്റെ ജോലിയും ഗവേഷണവും ഒക്കെ തുടർന്നത്. കോട്ടയത്തെ തറവാട്ടിലുണ്ടായിരുന്ന ഒരു ക്ലോക്കിന്റെ പ്രവർത്തനങ്ങൾ പിതാവ് കാട്ടിക്കൊടുത്തതാണ് ഊർജതന്ത്രത്തോട് സുദർശന്റെ മനസ്സിൽ താല്പര്യം ജനിക്കാനിടയാക്കി. നമുക്കറിയാം അല്ലെ, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തോട് നമുക്ക് താല്പര്യം തോന്നണമെങ്കിൽ അതിന്റെ പിറകിൽ എന്തെങ്കിലും കാരണം കാണും അല്ലെ. ചിലപ്പോൾ എവിടത്തെങ്കിലും കണ്ടു പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് അതിനോട് താല്പര്യം ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കൗതുകം തോന്നി അതിനോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നതായിരിക്കും അല്ലെ. ഇവിടെ ഇദ്ദേഹത്തിന് ഊർജതന്ത്രത്തോട് ഇത്രയും താല്പര്യം ജനിക്കാനിടയാക്കിയത് ആരാണ്? അദ്ദേഹത്തിന്റെ പിതാവാണ് അതിന് കാരണക്കാരനായിരുന്നത്. അദ്ദേഹത്തിന്റെ കോട്ടയത്തിലെ കുടുംബ വീട്ടിലെ തറവാട്ടിലുണ്ടായിരുന്ന ഒരു ക്ലോക്കിന്റെ പ്രവർത്തനങ്ങൾ. ക്ലോക്ക്, പഴയ ക്ലോക്ക് അടിക്കുന്നുണ്ട്, പെൻഡുലൊക്കെ കറക്റ്റ് സമയം വരുമ്പോഴത്തേക്ക് ആ പെൻഡുലം കിടന്ന് മണിയടിക്കുന്ന അങ്ങനത്തെ ക്ലോക്ക് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, ചില വീടുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ക്ലോക്കിന്റെ പ്രവർത്തനങ്ങള് പിതാവ് കാട്ടിക്കൊടുത്ത് എങ്ങനെയാണ് ക്ലോക്ക് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആ പ്രവർത്തന രീതിയൊക്കെ പിതാവ് വിശദീകരിച്ചത് എപ്പോഴാണെന്നറിയാമോ? പറഞ്ഞുതരാം. ഊർജതന്ത്രത്തോട് സുദർശന്റെ മനസ്സിൽ താല്പര്യം ഉണ്ടാക്കാൻ ഇടയാക്കിയത് എണ്ണയിടാനായി. ഇതിന് ചില സമയങ്ങളിലൊക്കെ എന്താണ് അതിന്റെ സ്ക്രൂവിന്റെ ഇടയ്ക്കൊക്കെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അല്ലെങ്കിൽ ആ പെൻഡുലത്തിന്റെ ഇടയ്ക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ. നല്ലതായിട്ട് കാലങ്ങളോളം ആ ക്ലോക്ക് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോഴ് എണ്ണയിടാനായിട്ട് പിതാവ് താഴെ ഇറക്കി വെച്ചിരുന്ന ഇന്നിപ്പോ ബാറ്ററി കൊണ്ടുവിടുന്നത് അത് നമ്മളങ്ങനെ എണ്ണയൊന്നും ഇടാറില്ല അതിനകത്ത് അല്ലെ. പക്ഷെ പണ്ടത്തെ ഈ ഘടികാരത്തിലൊക്കെ അതിങ്ങനെ സ്റ്റക്കായി പോകാതിരിക്കാനായിട്ട് ചെറിയ അതിന്റെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഈസി ആയിട്ട് അത് പ്രവർത്തിക്കുമായിരുന്നു. അപ്പോഴ് എണ്ണയിടാനായിട്ട് പിതാവ് താഴെ ഇറക്കി വെച്ചിരുന്ന ഘടികാരം വെച്ചാൽ എന്താണ്? ക്ലോക്ക്. ഘടികാരത്തിലെ ചക്രങ്ങൾ കണ്ടപ്പോഴാണ് തന്നിൽ ആദ്യമായി ശാസ്ത്രത്തോടുള്ള കൗതുകം എന്നുള്ള താല്പര്യം, താല്പര്യം അറിയാനുള്ള ആഗ്രഹം, ശാസ്ത്ര കൗതുകം ഉണർന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഘർഷണം എന്ന് വെച്ചാൽ എന്താണ്? പോസിറ്റീവും തമ്മിലുള്ള ആ ഒരു ഘർഷണം, പോസിറ്റീവ് നെഗറ്റീവ് പോളും തമ്മിലുള്ള ഒരു ആകർഷണം, ഇലക്ട്രോണിക്സിന്റെ ആ ഒരു ഘർഷണം, അതുപോലെ തന്നെ ഊർജം വെച്ചാൽ ശക്തി, ദോലനം എന്ന് വെച്ചാൽ എന്താണ്? ആ പെൻഡുലത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചലനം, അതിനാണ് ദോലനം എന്ന് പറയുന്നത്. തുടങ്ങിയ സംഗതികളെ പറ്റിയൊക്കെ പ്രാഥമിക വെച്ചാൽ അടിസ്ഥാന ധാരണ ബാലനായ കൊച്ചുകുട്ടിയായ സുദർശന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത് ഉണ്ടായത്. ഉരുത്തിരിയുക, ഉണ്ടാവുക, അല്ലെങ്കിൽ ഉടലെടുക്കുക. അപ്പോൾ ഉരുത്തിരിഞ്ഞത് ആ ക്ലോക്കിന്റെ പ്രവർത്തനം കണ്ടപ്പോഴാണ്. അപ്പോഴേ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു ശാസ്ത്ര കൗതുകം അല്ലെങ്കിൽ ഊർജതന്ത്രം എന്ന വിഷയത്തോട് ഇദ്ദേഹത്തിന് താല്പര്യമുണ്ടായതിന്റെ പിതാവിന്റെ ഇടപെടൽ മൂലമാണ് അല്ലെ. ഒരു ദിവസം കോട്ടയത്തെ അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടില് പിതാവ് എണ്ണയിടാനായിട്ട് ഇറക്കി വെച്ചിരുന്ന ക്ലോക്ക് എണ്ണയിട്ടിരിക്കുന്ന സമയത്ത് മകൻ വന്ന് അടുത്തിരുന്ന സമയത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അതിന്റെ പെൻഡുലം എങ്ങനെയാണ് ആടുന്നത്, എങ്ങനെയാണ് അതിന് മണിയടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ആ സൂചികൾ കറക്റ്റ് സമയത്ത് കറങ്ങുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ആ ഒരു വിശദീകരണമാണ് ഇദ്ദേഹത്തെ കൂടുതലായിട്ട് ഊർജതന്ത്രത്തോട് താല്പര്യമുണ്ടാക്കിയത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ അതിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു. ഊർജതന്ത്രത്തെ കുറിച്ചുള്ള ഒരു ചെറിയ എന്താണ് ഊർജതന്ത്രം എന്നുള്ള വിഷയം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഏകദേശം അതിന്റെ അടിസ്ഥാന വിവരമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. നോക്കുക, കോട്ടയത്തെ തറവാട്ടിലൊരു ക്ലോക്കിന്റെ പ്രവർത്തനങ്ങൾ പിതാവ് കാട്ടിക്കൊടുത്തതാണ് ഊർജതന്ത്രത്തോട് സുദർശന്റെ മനസ്സിൽ
താല്പര്യം ജനിക്കാൻ ഇടയാക്കിയത്? എണ്ണയിടാനായി പിതാവ് താഴെ ഇറക്കി വെച്ചിരുന്ന ഘടികാരത്തിലെ ചക്രങ്ങൾ കണ്ടപ്പോഴാണ് തന്നിൽ ആദ്യമായി ശാസ്ത്ര കൗതുകം ഉണർന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കർഷണം, ഊർജം, ദോലനം തുടങ്ങിയ ശക്തികളെ പറ്റിയൊക്കെ പ്രാഥമികമായ ധാരണ, അടിസ്ഥാന ധാരണ ബാലനായ കൊച്ചുകുട്ടിയായ സുദർശന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത്, രൂപം കൊണ്ടത് അല്ലെങ്കിൽ ഉടലെടുത്തത് ആ ക്ലോക്കിന്റെ പ്രവർത്തനം കണ്ടപ്പോഴാണ്. അപ്പോൾ നമ്മള് സുദർശൻ എന്നാണ് ജനിച്ചത്, അദ്ദേഹത്തിന്റെ ജീവിതകാലം, അദ്ദേഹം എവിടെയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്, അദ്ദേഹം എവിടെയൊക്കെ സേവനം അനുഷ്ഠിച്ചു, പിന്നീട് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഊർജ്ജതന്ത്രത്തോട് താല്പര്യം, ഊർജ്ജതന്ത്രം എന്ന വിഷയത്തോട് താല്പര്യം ജനിച്ചത്, ഇത്രയും വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് അല്ലെ? ഓർക്കുന്നില്ല എല്ലാവരും? ഒരു പ്രാവശ്യം മിസ് വായിച്ചു കേൾപ്പിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോക്കിയിരിക്കുക. കാരണം കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള, കുറച്ചു പേർക്കെങ്കിലും വായിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ വായിക്കാൻ പഠിക്കണം. ഇന്ന് നമുക്ക് ഇത്രയും ഭാഗങ്ങൾ ഇവിടെ ക്ലാസ് നിർത്താം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഒരു പ്രാവശ്യം ഇത് വായിക്കാം. എല്ലാവരും പുസ്തകത്തിൽ തന്നെ നോക്കിയിരിക്കുക കേട്ടോ. വായിക്കുന്ന വരികൾ ഓരോന്നും കൈകൊണ്ടിങ്ങനെ ചൂണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. പാഠം 3, ഊർജ്ജതന്ത്രത്തിലെ സുദർശനം. ഭാരതത്തിൽ അപൂർവം പേർക്കേ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ 9 തവണ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ലഭിച്ചെങ്കിലും സമ്മാനം ലഭിക്കാതെ പോയ മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ECG സുദർശൻ. 2018 മെയ് മാസം അന്തരിച്ച ECG സുദർശന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളെയും കണ്ടെത്തലുകളെയും കുറിച്ചുമുള്ള ലഘുവിവരണം. ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ ECG സുദർശനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭൗതിക ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മലയാളിയായ ഈ പ്രതിഭാശാലി 1931 കോട്ടയം ജില്ലയിലെ പള്ളം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. എണ്ണക്കൽ ചാണ്ടി ജോർജ് സുദർശൻ എന്ന ECG സുദർശനും ചിങ്ങവനത്തെ സ്കൂൾ, കോട്ടയം CMS കോളേജ് എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ കാലഘട്ടം പിന്നിട്ടത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BSc ഓണേഴ്സ് ബിരുദം നേടിയ ശേഷം മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ 3 വർഷത്തോളം റിസർച്ച് അസിസ്റ്റന്റായി പ്രവർത്തിച്ചു. അതിനുശേഷം റോച്ചസ്റ്റർ സർവകലാശാലയിൽ ഗവേഷണത്തിനായി ചേർന്നു. ഗവേഷണം പൂർത്തിയാക്കിയതിനോടൊപ്പം അദ്ദേഹം ഹാർവാർഡ് സർവകലാശാലയിൽ അധ്യാപകൻ, റോച്ചസ്റ്റർ സർവകലാശാലയിൽ പ്രൊഫസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1961 മുതൽ 2018 മരിക്കുന്നതുവരെ അദ്ദേഹം ടെക്സാസ് സർവകലാശാലയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. ഇതിനിടയിൽ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പ്രൊഫസർ, ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിന്റെ ഡയറക്ടർ എന്നീ പദവികളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കോട്ടയത്തെ തറവാട്ടിലുണ്ടായിരുന്ന ഒരു ക്ലോക്കിന്റെ പ്രവർത്തനങ്ങൾ പിതാവ് കാട്ടിക്കൊടുത്തതാണ് ഊർജ്ജതന്ത്രത്തോട് സുദർശന്റെ മനസ്സിൽ താല്പര്യം ജനിക്കാനിടയാക്കിയത്. എണ്ണയിടാനായി പിതാവ് താഴെ ഇറക്കി വെച്ചിരുന്ന ഘടികാരത്തിലെ ചക്രങ്ങൾ കണ്ടപ്പോഴാണ് തന്നിൽ ആദ്യമായി ശാസ്ത്ര കൗതുകം ഉണർന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കർഷണം, ഊർജം, ദോലനം തുടങ്ങിയ സംഗതികളെ പറ്റിയൊക്കെ പ്രാഥമിക ധാരണ ബാലനായ സുദർശന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത് ആ ക്ലോക്കിന്റെ പ്രവർത്തനം കണ്ടപ്പോഴാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നന്നായിട്ട് പാഠപുസ്തകം വായിക്കില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കത്തില്ലേ? നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് പാഠപുസ്തകം നന്നായിട്ട് വായിച്ച് നല്ല വായിക്കാൻ, പെട്ടെന്ന് വായിക്കുവാനുള്ള ആ ഒരു കഴിവ് നിങ്ങളിൽ വളർത്തിയെടുക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.